സുവിശേഷം 4-ാം അധ്യായം 12 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ് വിശുദ്ധ ഏവൻഗേലിയോൻ ഭാഗമായിട്ട് വായിച്ചു കേട്ടത്. വിശുദ്ധമുള്ള മത്തായി ശ്ലീഹായുടെ സുവിശേഷം 4-ാം അധ്യായം 12 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. അതിലാദ്യ ഭാഗത്തുള്ളത് യോഹന്നാൻ സ്നാപകൻ കാരാഗൃഹത്തിലായി എന്ന് കേട്ടപ്പോൾ യേശു യഹൂദിയ വിട്ട് ഗലീലായിലേക്ക് പോയി. നസ്രയത്തിനെ വിട്ട് സെബൂലിൻ്റെയും നഫ്താലിയുടെയും അതിർത്തിയിൽ കടൽ തീരത്ത് കഫർന്നഹൂമിൽ ചെന്ന് പാർത്തു. കടൽ തീരത്തെ വഴിയും യോർദാൻ്റെ തീരങ്ങളും പുറജാതികളുടെ ഗലീലയും ആയ സെബുലൂൻ നഫ്താലി ദേശങ്ങളിലുള്ള അന്ധകാരത്തിൽ ഇരുന്ന ജനം വലിയ പ്രകാശം കണ്ടുവെന്നും മരണത്തിൻ്റെ ദേശത്തും നെടലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചുവെന്നും യെശയ്യാ ദീർഘദർശിയാൽ പറയപ്പെട്ടത് ഇങ്ങനെ നിവൃത്തിയായി. യേശുവരാൻ്റെ ജീവിതത്തിലെ ഒരു നിർണായക നിമിഷമാണ്. യോഹന്നാനെ കാരാഗൃഹത്തിലാക്കി പിന്നീട് അദ്ദേഹത്തിൻ്റെ ശിരച്ഛേദനം നടത്തി. ഇതറിഞ്ഞ യേശു ആ ദേശം വിട്ട് മറ്റൊരു ദേശത്തേക്ക് പോവുകയാണ്. അതാണ് സെബൂലൂൻ്റെയും നഫ്താലിയുടെയും അതിർത്തിയിൽ എന്ന് പറയുന്നത്. ഈ ദേശത്തെക്കുറിച്ച് യെശയ്യാ ദീർഘദർശിയുടെ ഒരു പ്രവചനമുണ്ട്. നമ്മളത് ഈ ക്രിസ്തുമസ് സീസണിൽ വായിക്കുന്നതായി. എന്താണ്? അന്ധകാരത്തിൽ ഇരുന്ന ജനം വലിയൊരു പ്രകാശം കണ്ടു. അന്ധതമസിലും കൂരിരളിലും പാർത്തിരുടെ വെളിച്ചം ഉദിച്ചു. ഇത് മശിഹായുടെ വരവിൻ്റെ ഒരു സൂചനയായിട്ടാണ് പിതാക്കന്മാർ അധികാലം മുതൽ ഇപ്പോൾ വരെയും വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ നിവൃത്തീകരണമാണ് ഇതിലൂടെ സംഭവിച്ചത് എന്നാണ് ഈ ശ്ലീഹ വ്യക്തമാക്കുന്നത്. അപ്പോൾ വളരെ ലളിതമായ ഒന്നിൻ്റെ ചിന്തകളെ ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവഹിതം നിറവേറ്റപ്പെടണമെങ്കിൽ ചില ഭൗതിക ഉപദ്രവങ്ങളോ കഷ്ടതകളോ വേണ്ടിയിരിക്കുന്നു എന്നതാണ്. യഥാർത്ഥത്തിൽ ഈ സെബൂലൂൻ നഫ്താലി ദേശത്തേക്ക് കർത്താവ് പോയതിൻ്റെ കാരണം എന്താണ്? ഒരു തരത്തിൽ പറഞ്ഞാൽ യോഹന്നാനെ തടവിലാക്കി. അതുകൊണ്ട് ഇപ്പോൾ യഹൂദിയയിലേക്ക് പോകുന്നത് ബുദ്ധിയല്ല. അതുകൊണ്ട് വളരെ വിദൂരതയിലുള്ള ഇരുട്ടിൽ കഴിയുന്ന ജനമെന്നാണ്. എന്ന് പറഞ്ഞാൽ അവിടെ സൂര്യൻ ഉദിക്കത്തില്ലായിരുന്നു എന്നല്ല, മറിച്ച് ധാർമ്മികതയിൽ അവർ ഇരുട്ടിലായിരുന്നു, ആധ്യാത്മികതയിൽ അവർ ഇരുട്ടിലായിരുന്നു, ന്യായപ്രമാണത്തിൻ്റെ അനുഷ്ഠാനത്തിൽ അവർ ഇരുട്ടിലായിരുന്നു. അങ്ങനെ ഒരു ഡിസോറിയൻറ്റഡ് കമ്മ്യൂണിറ്റി ആയിട്ട് യഹൂദന്മാരാണെങ്കിലും ഒരു ഓർഗനൈസ്ഡ് കമ്മ്യൂണിറ്റി ആയി സംഘാലയങ്ങളിലെ ആരാധനയോ അല്ലെങ്കിൽ ന്യായപ്രമാണ പഠനങ്ങളോ ഒന്നുമില്ലാത്ത ഒരുതരം ഇരുട്ടിൽ കഴിയുന്ന ആത്മീകമായ അന്ധകാരത്തിൽ കഴിയുന്ന ജനമായിരുന്നു ഈ സെബൂലൂൻ നഫ്താലി ദേശത്തുള്ളത്. അവിടേക്കാണ് കർത്താവ് പോയത്. ആ പോക്ക് സന്ദർഭവശാൽ സംഭവിച്ചതല്ല, മറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ ദീർഘദർശി പറഞ്ഞുവെന്നാണ് എഴുതിയിരിക്കുന്നത്. അന്ധകാരത്തിലും ഇരുട്ടിലും എന്ന ജനം വലിയ വെളിച്ചം കണ്ടു. ആ വലിയ വെളിച്ചം യേശുവായിരുന്നു. അപ്പോൾ ഈ നഫ്താലി ദേശത്തേക്കുള്ള സെബൂലൂൻ ദേശത്തേക്കുള്ള കർത്താവിൻ്റെ പ്രവേശനത്തോടു കൂടി തന്നെ ഒരു വലിയ വചന നിവൃത്തി സാധ്യമാകുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ദൈവത്തിൻ്റെ വചന നിവൃത്തി നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ്. പ്രവാചകന്മാർക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കും മാത്രമല്ല, ഓരോരുത്തരെ കുറിച്ചും, ഈച്ച് ആൻഡ് എവരിബഡി, ഓരോ മനുഷ്യരെ കുറിച്ചും ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട്. ഈ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ കുറിച്ചും ആ ഉദ്ദേശം നിവൃത്തിയാകണമെങ്കിൽ ഇതുപോലെയുള്ള ചില അനുഭവങ്ങൾ ഉണ്ടാവണം.
ജീവിതത്തിൻ്റെ അന്ധകാരമയമായ ഇരുട്ടിൽ കഴിയുന്ന ഒരു സാഹചര്യത്തിലായിരിക്കാം ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാരണമായിരിക്കാം. ഏതായിരുന്നാലും ഒരു കാര്യം സത്യമാണ്, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇടപെടുന്ന ദൈവമാണ് കർത്താവായ യേശുക്രിസ്തു. അല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഇടപെടത്തില്ല, അച്ഛന്മാരുടെ ജീവിതത്തിൽ ഇടപെട്ടോട്ടെ, അല്ല എൻ്റെ ജീവിതത്തിൽ ഇടപെടത്തില്ല, ട്രസ്റ്റിയുടെ ജീവിതത്തിൽ ഇടപെടട്ടെ, അയൽക്കാരൻ്റെ ജീവിതത്തിൽ അല്ല. കർത്താവ് ഇടപെടുന്നത് ഓരോരുത്തരിലുമാണ്. ഇടപെട്ടിരിക്കും. അതിനാണ് നമ്മളെ വിശുദ്ധ തൃത്വനാമത്തിൽ മുദ്രയിട്ടിരിക്കുന്നത്, അല്ലേ? തൃത്വനാമത്തിൽ മുദ്രയിട്ടിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ഉടമസ്ഥത അവൻ്റെയാണ്. കർത്താവിൻ്റെ അടുക്കൽ ഒരു നാണയം കൊണ്ട് കരം കൊടുക്കണോ വേണ്ടായോ? കർത്താവ് ചോദിച്ചു, ഇതിൻ്റെ മേലെഴുത്ത് എന്താണ്? അത് കൈസറുടേതാണ്. അങ്ങനെയാണെങ്കിൽ അത് കൈസർക്കുള്ളതാണ്. മേലെഴുത്ത് ആരുടേതാണോ ആ മേലെഴുത്ത ഉള്ള ആളാണ് യഥാർത്ഥ ഉടമസ്ഥൻ. നാണയത്തിൽ കൈസറിൻ്റെ അടയാളമായിരുന്നുവെങ്കിൽ ഒരു വിശ്വാസിയുടെ മേലെഴുത്ത് വിശുദ്ധ മാമോദീസായിലൂടെ ഒന്നായിരിക്കുന്ന പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള വിശുദ്ധ റൂഹായുടെ നാമത്തിൽ മത്തായി നിത്യജീവനിലേക്ക് മുദ്ര കുത്തപ്പെടുന്നു എന്ന് മോറോൻ കൊണ്ട് മുദ്രയിട്ട് കഴിഞ്ഞാൽ മത്തായി ഏതെല്ലാം ദേശത്ത് പോയാലും, മത്തായി കൊലപാതകിയോ കൊള്ളരുതാത്തവനോ ആയിരുന്നാലും, മത്തായി ബിലോങ്സ് ടു ഗോഡ്. അതാണ് മാമോദീസായുടെ മുദ്രയുടെ പ്രത്യേകത. അതുകൊണ്ട് നമ്മുടെയൊക്കെ മേലെഴുത്തും മുദ്രയും കർത്താവിൻ്റേതാണെങ്കിൽ സംശയിക്കൊന്നും വേണ്ട. ഇന്നല്ലെങ്കിൽ നാളെ എപ്പോഴെങ്കിലുമൊക്കെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇടപെടുകയും ജീവിതത്തിലെ ഈ ഇരുണ്ട തലങ്ങളെ പ്രകാശപൂർണമാക്കുവാൻ അവൻ ഒരുങ്ങുകയും ചെയ്യും. പ്രകാശപൂർണമാക്കാൻ ഒരുങ്ങുന്ന സമയത്ത് ചിലപ്പോൾ ചില അടികളൊക്കെ കിട്ടിയേക്കാം, ചിലപ്പോൾ കൊച്ചു ശിക്ഷകൾ കിട്ടിയേക്കാം. പക്ഷേ ഒന്ന് സത്യം, അവൻ ആരുടെയും ജീവിതത്തിൽ ഇടപെടാതെ പോകുകയില്ല എന്നതാണ്. രണ്ടാമത് ഈ ഭാഗത്ത് പറയുന്നത്, ഗലീലാൽ കടൽ തീരത്തുകൂടെ യേശു തനിയെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന നേരം ശിഷ്യന്മാരൊന്നും ആയില്ല. അതിൻ്റെ പരസ്യ ശുശ്രൂഷ അങ്ങോട്ട് ആരംഭിച്ചതേ ഉള്ളൂ. ആ പോകുന്ന വഴിക്കാണ് പത്രോസിനെയും അന്ത്രയോസിനെയും കാണുന്നത്. രണ്ടുപേരും മുക്കുവന്മാരാണ്. ഉടനെ അവരോട് പറഞ്ഞു, എൻ്റെ കൂടെ പോര്, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. ഇത് കേട്ട താമസം അവർ വലയെല്ലാം വിട്ടിട്ട് അവൻ്റെ കൂടെ പോയി. ഞാൻ ഓർക്കുക, ഈ മനുഷ്യർ എത്ര നല്ല ലാളിത്യമുള്ള മനുഷ്യരായിരുന്നു. എൻ്റെ കൂടെ പോര്, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. ഈ നസറേത്തുകാരനെ കുറിച്ച് അവർക്ക് വലിയ ബോധ്യമൊന്നുമില്ല. മനുഷ്യരെ പിടിച്ചിട്ട് എന്തോ കാര്യമോ? മീനെ വെട്ടി തിന്നാൻ വെക്കൂ? കച്ചവടം ചെയ്യാൻ പറ്റുമോ? ഒന്നും പറ്റുകയില്ല. എന്നാലും പറഞ്ഞു, എൻ്റെ പിന്നാലെ വരിക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. അവർ രണ്ടാമതൊന്നും ചിന്തിച്ചില്ല. ഞാൻ ഏത് പള്ളിയിൽ ചെന്നാലും ചെറുപ്പക്കാർ പിള്ളേരെ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചമാച്ചന്മാരെയൊക്കെ ചെറിയ ചെറിയ പ്രേരണ കൊടുക്കും ആശ്രമ ജീവിതത്തെക്കുറിച്ച്. കാരണം ഞാനൊരു ആശ്രമ ജീവിതം നയിക്കുന്ന ആളാണ്. അതിലേറെ ദൈവത്തെ സ്തുതിക്കുകയും അതിലേറെ സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് ആരെയും ഞാൻ വെറുതെ വിടാറില്ല. സെമിനാരിൽ വിട്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും കൊള്ളാം, എന്നെ കാണാനായിട്ട് വരുന്ന ഏത് ചെറുപ്പക്കാരോടും ഞാൻ ആശ്രമ ജീവിതത്തെക്കുറിച്ച് പറയുകയും അവിടേക്ക് ക്ഷണിക്കുകയും ചെയ്യും. 99% ആളുകളും പറയുന്ന ഉത്തരം ഒന്ന് തന്നെയാണ്, തിരുമേനി എനിക്കിഷ്ടമാണ്, പക്ഷേ വീട്ടിൽ അപ്പയും അമ്മയും തന്നെയുള്ളൂ, അവരുടെ വാർദ്ധക്യത്തിൽ അവരെ നോക്കണ്ടേ. അടുത്ത കാലത്തായിട്ട് ഇത് കേൾക്കുമ്പോൾ എനിക്ക് വലിയ ചിരിയാണ്. കാരണം എൻ്റെ വീട്ടിൽ ഞങ്ങൾ 5 മക്കളാണ്. അപ്പച്ചൻ മരിച്ചു, നിങ്ങൾക്കറിയാം. അമ്മച്ചിയുണ്ട്, 87 വയസ്സായി. എൻ്റെ അമ്മ ഇന്ന് സന്തോഷത്തോടെ ഈ വാർദ്ധക്യത്തിൽ കഴിയുന്നത് അവിവാഹിതനായ ഞാനുള്ളത് കൊണ്ടാണ്. കാരണം മറ്റവരെല്ലാം അന്യദേശങ്ങളിലാണ്. അപ്പോഴാണ് നമ്മുടെ മക്കൾ പറയുന്നത്, പപ്പായും അമ്മയും തന്നെ ഉള്ളൂ,
ഇത് തന്നെ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ പോയിട്ട് എൻ്റെ അപ്പനെ ഒന്ന് അടക്കിയിട്ട് ഇനി വന്നേക്കാം, വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമീകരിച്ചിട്ട് വന്നേക്കാം. ദൈവ വിളിക്ക് കണ്ടീഷനൊന്നുമില്ല. കർത്താവ് പറഞ്ഞു, എനിക്ക് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുകയോ സഹോദരനെ സഹോദരിയെയോ ആരെയോ നഷ്ടപ്പെടുത്തുകയോ ചെയ്താൽ ഈ ലോകത്തിൽ വെച്ച് തന്നെ ആയിരക്കണക്കിന് ലഭിക്കും. എനിക്കങ്ങനെയാണ്. എന്നെ സ്നേഹിക്കാൻ ആയിരക്കണക്കിന് ആളുകൾ, നിങ്ങൾ ഉൾപ്പെടെ ലോകത്തിൻ്റെ പല ഭാഗത്തുമുണ്ട്. എൻ്റെ കൂടെ കുറച്ചൊക്കെ കുറ്റപ്പെടുത്തലും ചീത്തവിളികളുണ്ടാകും, പിന്നെ സർവ്വസാധാരണമല്ലേ, സഹിക്കാവുന്ന കാര്യമുള്ളൂ. കർത്താവിനെ വിളിച്ചില്ലേ. എന്നാലും ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരുപാട് മനുഷ്യർ ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലുണ്ട്. അതിൽ ഓർത്തഡോക്സുകാർ മാത്രമൊന്നുമല്ല, പെന്തക്കോസ്തുകാർ വരെ കൃത്യമായിട്ട് എല്ലാ ദിവസവും ദൈവവചനം അയച്ച് എനിക്ക് വേണ്ടി ഒരു പ്രാർത്ഥന നടത്തുന്ന ഒരു സാധാരണക്കാരനായ യഹോവ സാക്ഷി ഈ അടൂരുണ്ട്, വിശ്വാസി. അപ്പോൾ ഈ ലോകത്തിൽ വെച്ച് തന്നെ ഒരുപാട് ആളുകളെ തരും. പക്ഷേ ദൈവവേലയ്ക്ക് വേണ്ടി, സന്യാസ ജീവിതത്തിന് വേണ്ടി നീ വരുന്നു, മനുഷ്യനെ പിടിക്കുന്നവരാക്കാം എന്ന് പറഞ്ഞാൽ, ഇല്ല, ഞാനില്ല, എൻ്റെ അപ്പച്ചനെ നോക്കണം, പപ്പായെ നോക്കണം, ഒരു കാര്യവുമില്ല. അവർ കുറച്ച് കഴിയുമ്പോൾ യൂറോപ്പിലോ കാനഡയിലോ അയർലൻഡിലോ ഒക്കെ പോവും. നിങ്ങളുടെയൊക്കെ സ്ഥിതി എന്തായിരിക്കും? കുറച്ചുകൂടെ കഴിയുമ്പോൾ, ഇപ്പോൾ വീട്ടിലൊക്കെയാണ്, കുറച്ച് കഴിയുമ്പോൾ കേരളത്തിലും ഉടനീളം വൃദ്ധഭവനങ്ങളുണ്ടാകും. അവിടെ പോകും. നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് ഡോളറോ ദിനാറോ ഒക്കെ അയച്ചു തരും. വല്ലവരും കർത്താവ് പത്രോസിനോട് പറഞ്ഞ പോലെ, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ സ്വന്തം അരകെട്ടി, വയസ്സായപ്പോൾ വല്ലവനും നിന്നെ അരകെട്ടിക്കും, കൊണ്ടുപോകും. അതുകൊണ്ട് വാത്സല്യമുള്ള സഹോദരങ്ങളായ സഹോദരികളായ മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സന്യസ്ത ജീവിതത്തിലേക്ക് നയിക്കുവാനും പ്രേരണ കൊടുക്കുവാനും ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. അത് നിങ്ങൾക്ക് തന്നെ ഗുണകരമായി തീരും. എന്താണെങ്കിലും എല്ലാ ആഴ്ചയും എൻ്റെ അമ്മയെ ഞാൻ പോയി കാണും, എല്ലാ ആഴ്ചയും പോകും. ഓർമ്മയൊക്കെ കുറവാണ്, എന്നാലും ചെല്ലുമ്പോൾ എൻ്റെ അമ്മച്ചിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എന്നോട് ഓർമ്മ വരുമ്പോൾ ചോദിക്കും, മറ്റവരൊക്കെ എന്തിയേ? ഞാൻ പറയും, അവരെല്ലാം അമ്മച്ചി ഈ ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് കഴിയുന്നുണ്ട്. പിന്നെ ഈ വാട്സപ്പ് ഉള്ളതുകൊണ്ട് എല്ലാവരെയും വിളിച്ച് കാണിക്കുമ്പോൾ എല്ലാവരും ചിരിച്ച് കാണിക്കുക, അമ്മച്ചിക്ക് സുഖമാണോ? ഓ, സുഖം. ആരെയും ഞാൻ വെറുതെ വിടാറില്ല, എല്ലാവരും കാണിച്ചു കൊടുക്കും. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് ഞാനേ ഉള്ളൂ. ഞാനും ഓർത്തിട്ടുണ്ട്. അതേസമയം ഞാൻ വൈദികനാകാനായിട്ട് എൻ്റെ തിരുമേനി 1992 മാർച്ച് 8 ഒരു മുന്നറിയിപ്പും ഇല്ലാതെ നോമ്പുകാലം എന്നോട് ചോദിച്ചു, പട്ട വെക്കാൻ ഒരുക്കമാണോ? പെട്ടെന്നായിരുന്നു. ഞാൻ പറഞ്ഞു, ഒരുക്കമാണ്. കെട്ടണോ വേണ്ട എന്നൊന്നും ഞാൻ തീരുമാനിച്ചിരുന്നില്ല. എൻ്റെ തിരുമേനി ചോദിച്ചു, ഒരുക്കമാണോ? ഒരുക്കമാണ്, നോമ്പുകാലമാണ്. ഉടനെ ഡയറി എടുത്തു. 14-ാം തീയതി പൂർണ്ണനാക്കുന്നു, 25-ാം തീയതി അച്ഛനാക്കുന്നു. എന്നോട് പറഞ്ഞു, കാപ്പായൊക്കെ തയ്പ്പിക്കണ്ടായോ, കുറച്ച് ദിവസമല്ലേ ഉള്ളൂ, വീട്ടിൽ പോയിട്ട് പോകും വെച്ചുക്കാൻ. അരമനെ ഞാൻ വീട്ടിലോട്ട് ഓടി. വീട്ടിൽ ചെന്നു. അമ്മച്ചിയോട് അപ്പച്ചനോടും അവർ തന്നെയുള്ളൂ വീട്ടിൽ. നിങ്ങളോട് പറയുന്നത് നല്ലതെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു, തിരുമേനി പട്ടംകുടയുടെ ഡേറ്റ് കുറിച്ചു, 25-ാം തീയതി ഇവിടെ വെച്ച് ഇടവപ്പള്ളിയിൽ അച്ഛനാക്കുക, അടുത്ത ആഴ്ച പൂർണ്ണനാക്കുക. എൻ്റെ അപ്പച്ചന് ദൈവം വരാൻ കഴിഞ്ഞ 2ാമത്തെ ആള് തിമോത്തിയോസ് തിരുമേനിയാണ്, ദിദിമോസ് പാപ്പ. എന്നിട്ട് പോലും പറഞ്ഞു, ഞാൻ ചെമ്മാച്ചനാ, എടാ ഞാനാടാ നിൻ്റെ തന്ത, മെത്രാനല്ലടാ. ആദ്യമായിട്ട് എൻ്റെ തിരുമേനിയെ മെത്രാൻ എൻ്റെ അപ്പച്ചൻ വിളിച്ച അന്ന്. എൻ്റെ അമ്മച്ചിയാണെങ്കിൽ അതിനും കഷ്ടമായിരുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ കുഞ്ഞു പോയേ എന്ന് പറഞ്ഞുകൊണ്ട് 3-4 അടി നെഞ്ചത്ത്. എൻ്റെ കുഞ്ഞു പോയേ, എൻ്റെ കുഞ്ഞു പോയേ എന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ പറഞ്ഞു, എങ്ങോട്ട് പോയെന്നോ? കരച്ചിലും ബഹളവും ഒക്കെ കഴിഞ്ഞ് ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, ഒരു 5000 രൂപ തരണം, കാപ്പായൊക്കെ തയ്പ്പിക്കണം. അമ്മച്ചി പോയി അപ്പച്ചനോട് പറഞ്ഞു, ഒറ്റ പൈസ അവന് ഞാൻ കൊടുക്കുകയല്ല എന്ന് പറഞ്ഞു. ഏതായാലും 6:30 തിരുവല്ല ഫാസ്റ്റിനെ കയറാൻ നേരത്ത് കാശ് കൊണ്ട് തന്നു. വെത്രാസനൊക്കെ ആയിട്ട് എനിക്ക് ഞങ്ങളുടെ ദേശക്കാർ വലിയ സ്വീകരണമൊക്കെ തന്നു. അത് കഴിഞ്ഞ് വീട്ടിലോട്ട് വന്നപ്പോൾ അമ്മച്ചിയോട് പറഞ്ഞു, ഓർക്കുന്നുണ്ടോ പണ്ട് നെഞ്ചത്തടിച്ചത് എൻ്റെ കുഞ്ഞു പോയേന്ന്? പോയോ? ഇപ്പോഴും ഞാൻ പറയും, അമ്മേ, ഞാൻ കെട്ടാതിരുന്നത് കൊണ്ട് അമ്മച്ചി സമാധാനത്തോടെ ഇവിടെ കഴിയുന്നു. കെട്ടിയിരുന്നെങ്കിൽ എൻ്റെ അമ്മച്ചി വല്ല അനാഥാലയത്തിലും പോകുമായിരുന്നു. അതുകൊണ്ട് നിങ്ങളൊക്കെ സമാധാനത്തോടെ കണ്ണുകൾ അടയ്ക്കണമെങ്കിൽ സന്യാസ ജീവിതം ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾ ഈ കൂട്ടത്തിലുണ്ട്, എനിക്കറിയാം. അവരെ തടുക്കരുത്. അവർ മനുഷ്യരെ പിടിക്കാൻ വെളിയുള്ള ആളുകളാണ്. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.
സർവശക്തൻ നിങ്ങളെ അനുഗ്രഹിക്കും.